നാഫിയായ ഇൽമും അല്ലാഹു വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാറ്റാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഖൽബ് അതൊരു ബെഡ്റൂം പോലെ എപ്പോഴും നമ്മൾ വളരെ വൃത്തിയായി തുടച്ച് വൃത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. ബെഡ്റൂമിൽ നമ്മുടെ ബെഡും വിരിപ്പും പുതപ്പും തലയിണയുറയും ഒരു മാസമായിട്ടും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ സ്മെല്ല് വരാൻ തുടങ്ങും. തലയിണയുറ, പുതപ്പ്, വിരിപ്പ് അതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിലെങ്കിലും നമ്മൾ വൃത്തിയാക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ നമ്മളറിയാതെ വന്നുകൂടുന്നു. അതൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല നല്ല വഅദ് കേൾക്കുക. അതുമൂലം നമ്മുടെ ഹൃദയത്തിന് മാറ്റം വരും, നന്നാകണമെന്നുള്ള ബോധം വരും. അതേ രൂപത്തിൽ ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കുക. അപ്പോഴും അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഖൽബ് മരിച്ചു പോകും. അങ്ങനെ ഖൽബ് മരിച്ചു പോയാൽ ഇബാദത്തെടുക്കാൻ ഒരു താല്പര്യം അവരുണ്ടാവില്ല. മാത്രമല്ല പാപം ചെയ്യാൻ ഒരു പേടിയും ഉണ്ടാവില്ല. അതുപോലെ എത്ര മരണം സംഭവിച്ചാലും മരിക്കുമെന്നുള്ള ബോധം അവരിൽ ഉണ്ടാവില്ല. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. അതിന് എപ്പോഴും ഇടക്കിടക്ക് ഖുർആൻ ഓതണം. അമിതമായി ഭക്ഷണം കഴിച്ച് വയറ് മൂക്കറ്റം തിന്നുക എന്ന രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ വിവാദത്തിന് കോട്ടം വരുന്ന സംഗതികളാണ്. ഒരു ആശ്വാസത്തിൽ നമ്മൾ കഴിക്കണം. ഭക്ഷണം നല്ലതൊക്കെ കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ വയറ് ദമ്മാക്കി കഴിക്കുക എന്ന് പറയുന്നത്, മൂക്കറ്റം തിന്നുക, ആ രൂപത്തിൽ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിനും ദോഷമാണ്, ആത്മീയമായിട്ടും ദോഷമാണ്. അതേ രൂപത്തിൽ സുബ്ഹിക്ക് അല്പം മുമ്പ് എഴുന്നേറ്റ് അല്ലാഹുവിനോട് വിനയം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഖൽബ് നന്നാകാനും നമ്മളറിയാതെ നന്നാകാനുമുള്ള കാരണമാണ്. അതുപോലെ രാത്രിയിലുള്ള നിസ്കാരം, അതും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതോടുകൂടെ നമ്മൾ നന്നാകാനും വലിയ കാരണമായ ഒരു മരുന്നാണ്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം, അവരുമായുള്ള കൂട്ടുകെട്ട്, ഇതൊക്കെ നമ്മൾ അറിയാതെ നന്നാകാനുള്ള കാരണങ്ങളാണ്. മറ്റൊന്നാണ് ദിക്റിന്റെ മജ്ലിസ്, ദിക്ർ ഹൽഖയുടെ മജ്ലിസ്, സ്വലാത്ത് മജ്ലിസ്, ഇതൊക്കെ നമ്മൾ നന്നാകാനുള്ള കാരണങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പള്ളിയിൽ 5 നേരം ദിക്റിന്റെ മജ്ലിസ്. 5 നേരം മജ്ലിസോ? 5 നേരം മജ്ലിസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിച്ചു. എന്തിനാണ്? നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നു, നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ സുബ്ഹിയും മഗ്രിബുമാണെങ്കിൽ ആ സലാം വീട്ടിയ ഉടനെ തന്നെ നമ്മുടെ കാലനക്കാതെ അവിടെ ഇരുന്ന് 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. നമ്മുടെ സയ്യിദ് പറകളെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. കാലനക്കാതെ 10 തവണ മഗ്രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും അല്ലാഹുമ്മ അജിർനി മിനൻ നാർ 7 തവണ ഈ ദിക്റും കാലനക്കാതെ മറ്റു ദിക്റുകൾക്ക് മുമ്പ് ഇത് നമ്മൾ ചൊല്ലൽ ഏറ്റവും നമുക്ക് ഫലമുള്ള ഒരു ദിക്റാണ്. ഇത് നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ്. മഹാന്മാർ പറയുന്നു, ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദിക്ർ ചൊല്ലുന്നത് വലിയ നല്ലതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളും ദുആകളുമാണ്
5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ചൊല്ലുന്നത്. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഓരോ ദിക്റുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, പാപങ്ങൾ പൊറുക്കാൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകളാണ് നിസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്നത്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാലോ അത് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 തവണ ചൊല്ലുകയാണ്. അങ്ങനെ 5 വക്ത നിസ്കാരങ്ങളിലായി 3 തവണ നമ്മൾ ചൊല്ലുമ്പോൾ 15 തവണയാവുകയാണ്. ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 100 തവണ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, വല്ലവനും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, അപ്പൊ നമ്മൾ നേരം വെളുത്തു ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 100 തവണ നമ്മുടെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇതങ്ങ് പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആ ബുദ്ധിമുട്ട് നമ്മെ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഞെരുക്കമാണ്. ഞെരുക്കങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് മഖ്റജ, അല്ലാഹു മോചനം നമുക്ക് ലഭിക്കുകയാണ്, മോചനം നൽകുകയാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മനോവ്യതകളിൽ നിന്നും, നമ്മുടെ മുഷിപ്പ്, നമ്മുടെ ടെൻഷൻ, ഇതൊക്കെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുന്നതോടുകൂടെ മാറിക്കിട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ടെൻഷൻ വന്നാൽ, നമുക്ക് മുഷിപ്പ് വന്നാൽ പിന്നെ ഉറക്കം കിട്ടുകയില്ല, പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഇത് വേണ്ട പോലെ രുചി അറിയുന്നില്ല, അങ്ങനെ പോകുന്നു. അല്ലാഹു അത്തരം ടെൻഷനുകളിൽ നിന്ന്, മുഷിപ്പുകളിൽ നിന്ന് നമുക്ക് മോചനം നൽകുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അത്തരം ടെൻഷനുകൾ ഉണ്ടാവുകയില്ല. അവൻ വിചാരിക്കാത്ത നിലയിൽ അവന്റെ ഭക്ഷണം അല്ലാഹു നൽകും. ചിലപ്പോ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളാണ്, ഒരു മൂലയിലിരുന്ന് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ദായിമാക്കുകയാണ്. പക്ഷേ അവൻ അറിയാത്ത രൂപത്തിൽ അവന് ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞാൽ അവന്റെ ഭക്ഷണത്തിന് ഒരു സബബാണ് ജോലി. ഖൈറായ ജോലി പടച്ചുറപ്പറിയാതെ അവന് നൽകും. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഇനി വിദേശത്തേക്ക് പോവുകയാണ്, അവന്റെ വിസ റെഡിയാകണമെന്ന ചിന്തയോടുകൂടെ അവൻ ചൊല്ലിയാൽ അവൻ അറിയാത്ത രൂപത്തിൽ അവന്റെ എല്ലാം ക്ലിയർ ആവുകയാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാ മുഷിപ്പുകളിൽ നിന്ന്, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ അറിയാതെ മോചനം ലഭിക്കുന്നു. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മുഷിപ്പുകളിൽ നിന്നും അവന് മുക്തി ലഭിക്കുന്നു. വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത വിധത്തിൽ അവന്റെ ഭക്ഷണം അല്ലാഹു നൽകുന്നു. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ നിസ്കാരത്തിന്റെ ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ അതിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അൽ ഖദീം അൽ കരീം അർ റഹീം എന്ന് തുടങ്ങിയിട്ട് നമ്മൾ അതിന്റെ നീണ്ട ദിക്റുകൾ ഇങ്ങനെ ചൊല്ലി, അങ്ങനെ ഒരു ആയത്തുൽ കുർസി ചൊല്ലി, ഇതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. എന്നിട്ട് നെഞ്ചിലേക്കൊന്ന് ഊതുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഹൃദയം ആ ഒരു ഊത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ഒരു നല്ല ഒരു ഉന്മേഷം കിട്ടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 33 തവണ സുബ്ഹാനല്ലാഹ്, ഒരു 33 തവണ അൽഹംദുലില്ലാഹ്, ഒരു 33 തവണ അല്ലാഹു അക്ബർ ഇത് ചൊല്ലുകയാണ്. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷം. മഗ്രിബിന്റെ സമയം നമ്മൾ ഇവിടെ അങ്ങനെ ചൊല്ലുന്നില്ലെങ്കിലും മഗ്രിബും കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചൊല്ലണം. കാരണം മഗ്രിബിന്റെ ശേഷം നമ്മൾ ദിക്റും ദുആവും ഒക്കെ നീട്ടിക്കൊണ്ടുപോകാത്തത്. നമ്മൾ മഗ്രിബിന്റെ ശേഷം തന്നെ ചെറിയ ഒരു 2 ലഫ്ദിൽ മാത്രമേ നമ്മൾ ദുആ ചെയ്യാറുള്ളൂ. പിന്നെയും വീണ്ടും ഒരു അല്പമെങ്കിലും കൂട്ടി ദുആ ചെയ്യുന്നത് സുബ്ഹിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മഗ്രിബിന്റെ ശേഷം ദിക്ർ ഇല്ല എന്നാലും മനസ്സിലാക്കരുത്. അതിന്റെ ശേഷവും നമ്മൾ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷവും നമ്മളത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും
അല്ലാഹുവിന്റെ വേണ്ടി അവൻ തസ്ബീഹ് ചൊല്ലുകയാണ്. എത്ര? 33 തവണ. അങ്ങനെ അൽഹംദുലില്ലാ 33 തവണ അവൻ ചൊല്ലുന്നു. അല്ലാഹുവിന് വേണ്ടി അവൻ അല്ലാഹു അക്ബർ എന്ന തക്ബീർ 33 തവണ ചൊല്ലുന്നു. ടോട്ടൽ 99 ദിക്റായി. ഇനി ആ 99നെ അവൻ 100 പൂർത്തീകരിക്കൽ എങ്ങനെയാണ്? 100 പൂർത്തീകരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിന്റെ ഇടയിൽ യുഹീയുമീത്ത് മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇനി അതല്ല വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അങ്ങനെയും വന്നിട്ടുണ്ട്. രണ്ടും ചൊല്ലാവുന്നതാണ്. അങ്ങനെ അവൻ 100 ദിക്ർ അവൻ പൂർത്തിയാക്കുന്നതോട് 100 പൂർത്തിയാക്കലോടുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞു ഉടൻ അത് ചൊല്ലി ആ പാപക്കറകൾ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് നീങ്ങിപ്പോവുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ടൗണിലേക്കൊക്കെ ഇറങ്ങി എന്തെല്ലാം ഹറാമുകൾ നമ്മൾ കാണുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം കേൾക്കുന്നു. അങ്ങനെ വന്ന് അതാ വീണ്ടും ഒരു ളുഹ്ർ വാങ്ങി കൊടുക്കുന്നു, പള്ളിയിൽ കയറുന്നു, നിസ്കരിക്കുന്നു, വീണ്ടും ഈ ദിക്ർ ചൊല്ലുന്നു. നമ്മുടെ വല്ല പാപങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ നമ്മൾ ക്ലീൻ ആവുകയാണ്. പക്ഷേ നമ്മളത് നല്ല ശ്രദ്ധയോടുകൂടെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. വീണ്ടും നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും എന്തെങ്കിലും ഒക്കെ തെറ്റുകുറ്റങ്ങൾ നീങ്ങിയാൽ അത് വീണ്ടും അത് നീങ്ങാനുള്ള കാരണമാണ് അസർ. അതുപോലെ തന്നെ മഗ്രിബ്, അതുപോലെ തന്നെ ഇശാ, അതുപോലെ തന്നെ സുബ്ഹി. ഇതിങ്ങനെ ഓരോ ദിവസവും 24 മണിക്കൂർ കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. അത് നമ്മൾ ദായിമായിട്ട് നമ്മൾ ചെയ്യണം. നിസ്കാരം തന്നെ വേണോ വേണ്ടേ എന്ന രൂപത്തിൽ ആയിക്കൂടാ, ജമാഅത്ത് തന്നെ വേണോ വേണ്ടേ എന്ന രൂപത്തിൽ ആയിക്കൂടാ. കൃത്യമായി ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്താൽ കിട്ടുന്നൊരു നേട്ടം നമ്മൾ അറിയാതെ ആ ദിക്ർ അങ്ങ് ചൊല്ലിപ്പോകും എന്നതാണ്. വീട്ടിൽ നിന്ന് അങ്ങനെ നിസ്കരിക്കുമ്പോൾ സലാം വീട്ടി പിന്നെ ദുആ ഇല്ല, ദിക്റില്ല, ആ രൂപത്തിൽ നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. അല്ലാത്തവരും ഉണ്ട്, എങ്കിലും നമ്മൾ കൂട്ടത്തോടെ ചെയ്യുമ്പോൾ അറിയാതെ അങ്ങനെ ചെയ്യാൻ നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ 5 വക്ത നിസ്കാരങ്ങളിലും കൃത്യമായി നമ്മൾ പങ്കെടുത്താൽ അല്ലാഹു നൽകുന്ന വലിയൊരു നേട്ടമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് മഹാനവകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അത് കടലിലെ നുരമാലകൾ കണക്കെ പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിസ്കാരം കൃത്യമായി നിലനിർത്തണം. സുബ്ഹാനല്ലാഹ്, എത്ര പിതാക്കന്മാരാണ് സങ്കടം പറയുന്നത്. അവൻ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് നിസ്കരിച്ചിരുന്നു ഉസ്താദേ, പക്ഷെ ഇപ്പം പെണ്ണ് കെട്ടി, ഇപ്പൊ നിസ്കാരമില്ല. ഇനിയിപ്പൊ അവനെ എങ്ങനെയാണ് ഞാൻ ഉപദേശിക്കുക? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരം നിലനിർത്താത്തവനെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ശിക്ഷ അവന് ലഭിക്കുമെന്നും, പ്രത്യേകിച്ച് ഒരു കുട്ടി നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒരിക്കലും തന്നെ ആ ഉപ്പക്ക് സമാധാനം ഉണ്ടാവുകയില്ല, അവന്റെ ഉമ്മക്ക് സമാധാനം ഉണ്ടാവുകയില്ല, മരണപ്പെട്ടാലും ഖബറിൽ സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേതാണല്ലോ ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചതുകൊണ്ട് ഒരു പ്രത്യേക ഷഹാദത്ത് കലിമ ചൊല്ലി നമ്മൾ പൊതു മുസ്ലിമീങ്ങളൊക്കെ പൊന്നാനിയിൽ പോയി ചൊല്ലുന്നത് പോലെ നമ്മൾ ചൊല്ലേണ്ട ആവശ്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നമ്മെ ആ രൂപത്തിൽ നമ്മെ ശ്രദ്ധിച്ചു. അൽഹംദുലില്ലാഹ്, അത് അല്ലാഹു തന്ന വലിയ ഭാഗ്യമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു
വിളക്ക്. വിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ പ്രവേശിച്ച ഈ മഹത്തായ ദീനുൽ ഇസ്ലാം ഒരിക്കലും പൊളിച്ചു കളയാതെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വളരെ നല്ലൊരു വിളക്ക് നമ്മുടെ കയ്യിൽ തന്നാൽ അത് കെടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വിദഅത്തിൽ നിന്ന്, കള്ളത്വരീഖത്തിൽ നിന്ന്, നിരീക്ഷരവാദത്തിൽ നിന്നും ഇതൊക്കെ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും ശരിയായ വിശ്വാസം വേണം. അല്ലാഹു നമ്മുടെ വിശ്വാസം ക്ലിയർ ആക്കി തരുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, അത് അങ്ങനെ ഒന്നാമത്തെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. രണ്ടാമത്തേതാണ് നിസ്കാരം. ആ നിസ്കാരം ഖളാ ഉണ്ട് എങ്കിൽ നമ്മളത് വീട്ടുക തന്നെ വേണം, അതിൽ ഒരു ഇളവുമില്ല. മൂന്നാമത്തത് സക്കാത്ത്. ആ സക്കാത്ത് സ്വത്തിൽ നിന്ന് ആരെങ്കിലും എടുത്തു കൊടുത്താൽ ആ സക്കാത്ത് അതിന്റെ കടം വീടി കിട്ടും. ഇനി നോമ്പെടുത്തു നോക്കൂ, ആ നോമ്പ് നോക്കാതെ അവൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മുത്ത് കൊടുത്തു എന്നതിന്റെ കാരണം കൊണ്ട് ഒരു പക്ഷേ അവൻ കഴിച്ചിലായേക്കാം. അഞ്ചാമത്തത് നിങ്ങൾ നോക്കൂ, ഹജ്ജാണ്. ആ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തിൽ നിന്ന് ആരെങ്കിലും അതെടുത്ത് ഒരാൾ ഹജ്ജിന് പോയാൽ അതും അവൻ വീടി കിട്ടും. എന്നാൽ നിസ്കാരത്തിന്റെ വിഷയം അങ്ങനെയല്ല. ഒരിക്കലും മറ്റൊരാൾ നിസ്കരിച്ചാൽ അവന്റെ ആ കടം വിടുകയില്ല. അവൻ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം എത്രയാണ് ഖളായിട്ടുണ്ട്, ആ ഖളായ നിസ്കാരം മുഴുവനും അവന്റെ പിരടിയിൽ കെട്ടി തൂങ്ങുന്നതാണ്. അതിൽ ഓരോന്നും പടച്ചറപ്പ് ചോദ്യം ചെയ്യാതെ നാളെ ആഖിറത്തിൽ അവരെ ഒരിക്കലും തന്നെ ഒരു കാലടിപാദം മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുകയില്ല. നിസ്കാരത്തിന്റെ വിഷയം അത്ര ഗൗരവമാണ്. നിങ്ങൾ നോക്കൂ, ശരീരം മുഴുവനും തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ബുദ്ധിയും വിവേകവും ഉണ്ട് എങ്കിൽ പോലും നിസ്കാരം അവന് നിർബന്ധമാണ്. ജീവന്റെ അവസാനത്തെ ഹൃദയമിടുപ്പിലാണ് അവന്റെ ജീവൻ ബാക്കി നിൽക്കുന്നത് എങ്കിൽ പോലും അവന് ബുദ്ധിയും വിവേകവും ഉണ്ട് എങ്കിൽ അവൻ നിസ്കരിക്കണം. അവന്റെ നിസ്കാരത്തിന്റെ ഒരുപാട് രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കിടക്കണം. അതേ കിടക്കുമ്പോൾ തന്നെ മലർന്നു കിടന്ന് കഴിയുമെങ്കിൽ അങ്ങനെ കിടക്കണം. ഇനി അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കണമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഗൗരവം കാണിച്ചിട്ടില്ല എങ്കിൽ പടച്ച റബ്ബ് നാളെ ആഖിറത്തിൽ വെച്ച് അവനെ ശിക്ഷിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് അവൻ നിസ്കരിക്കുന്നു എന്ന അഡ്രസ്സിലാണ്. അത് എന്നാൽ മുസ്ലിം എന്ന പേരുള്ളവർ പോലും നിസ്കരിക്കാതെ നടക്കുന്നു എങ്കിൽ അവന് സഖർ എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട്. അവിടെ ചില ആളുകളെ കാണപ്പെടുകയാണ്. അവരോട് ചോദിക്കും, എന്തേ നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ? നിസ്കരിക്കാത്തവർക്കാണ് സഖർ എന്ന് പറയുന്ന താഴ്വര. അവര് പറയുന്നു, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദുഖൂ മസ്സ സഖർ. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതേ കുറച്ച് ആളുകൾ മുസ്ലിം പേരുകളിലുള്ള ആളുകൾ സഖർ എന്ന താഴ്വരയിലുണ്ട്. ആ സഖർ എന്ന താഴ്വരയിൽ അവരെ കാണുമ്പോൾ അവരോട് ചോദിക്കും, അല്ല നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയല്ലേ? അവര് പറയും, അതേ ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു, പക്ഷേ ഞങ്ങളുടെ മുസ്ലിം എന്നുള്ളത് പേരിൽ മാത്രം ഒതുങ്ങിപ്പോയി, ഞങ്ങൾ നിസ്കരിക്കാറില്ല. നിസ്കരിക്കാത്തതിന്റെ പേരിലാണ് പടച്ച റബ്ബ് സഖർ എന്ന് പറയുന്ന ഈ നരകം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ഏത് പുരുഷനും പള്ളിയിൽ എത്തൽ നിർബന്ധമാണ്. കാരണം കണ്ടു കാണാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞാൻ അന്ധനാണ്, ഇഴജന്തുക്കളും വന്യജീവികളുമുള്ള ദുർഘടമായ വഴികളിലൂടെയാണ് എനിക്ക് മദീന പള്ളിയിലെത്താൻ കഴിയുക. എനിക്ക് വല്ല ഇളവുണ്ടോ നബിയേ?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് എന്താണെന്ന് അറിയോ മുഅ്മിനീങ്ങളെ? ഓ ഉമ്മി മക്തുമേ, നിനക്ക് നിന്റെ വീട്ടിലേക്ക് അദാൻ കേൾക്കാറുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നഅം യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലേക്ക് അദാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, എങ്കിൽ ഈ പള്ളിയിൽ വരൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് കേൾക്കാത്തവരാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരാളുടെ വീടുമില്ലല്ലോ. പള്ളി നമ്മുടെ മുറ്റത്ത് എന്ന് പറയും പോലെ പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പരപ്പനങ്ങാടി താലൂക്കിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര പള്ളിയാണ് ഉള്ളത്. ആ പള്ളിയിലേക്ക് നമ്മൾ വരാൻ നമ്മൾ മടി കാണിക്കരുത്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അതേ ടോർച്ചുണ്ട്, അതുപോലെ തന്നെ കവലകളിലൊക്കെ വെളിച്ചമുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. പഴയകാലത്ത് നമുക്ക് വെളിച്ചമില്ലായിരുന്നു, ടോർച്ചില്ലായിരുന്നു, മുഴുവനും കാടുകളായിരുന്നു. ആ സമയത്ത് പോലും ചൂട്ടും കത്തിച്ച എത്രയെത്ര പാപ്പമാർ പള്ളിയിലേക്ക് നടന്നു നീങ്ങിയിരുന്നു. സുബഹിയുടെ സമയത്ത് പോലും അവർ പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. ഇന്നോ നമുക്ക് പടച്ചറപ്പ് എത്ര വലിയ സൗകര്യങ്ങൾ വന്നു. നമ്മളത് ചാവി ഓണാക്കിയാൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ വാഹനങ്ങളിലൂടെ പള്ളിയിലെത്താനുള്ള സംവിധാനം അല്ലാഹു തന്നു. നമുക്ക് സ്കൂട്ടി തന്നു, ബൈക്ക് തന്നു. അതേ സ്കൂട്ടിയും ബൈക്കും ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. ആ മൊബൈലിൽ ടോർച്ചുണ്ടല്ലോ, കവലകളിൽ ലൈറ്റുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഇനി എന്റെ മരണം വരെ എല്ലാ ഭക്തിയും ഞാൻ പള്ളിയിൽ വരുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ അത്തരം നല്ല മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റാഹത്ത് നൽകും, വലിയ സമാധാനം നൽകും. അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നതോടുകൂടെ നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നവളാവണം, നമ്മുടെ മകൾ നിസ്കരിക്കുന്നവളാവണം, നമ്മുടെ മകൻ നിസ്കരിക്കുന്നവനാവണം. നമ്മൾ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കേണ്ടതേ ഉള്ളൂ. അത് പെണ്ണ് കെട്ടിയാലും ഇല്ലെങ്കിലും ഓനെ നിസ്കരിച്ചോ എന്നൊന്ന് ചോദിക്കണം. കാരണം നമ്മുടെ ആ ചോദ്യം ചോദിക്കാത്തതിന്റെ പേരിൽ പടച്ചറപ്പ് നമ്മെ ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ഓ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, നമ്മൾ നിസ്കാരം നിലനിർത്തുകയും നമ്മുടെ വീട്ടിലുള്ളവർ നിസ്കരിക്കുന്നവരുമാകുമ്പോൾ ആ കുടുംബത്തിനെന്തൊരു റാഹത്താണ്, ആ കുടുംബത്തിനെന്തൊരു സമാധാനമാണ്. അങ്ങനെ സമാധാനികളായി നമുക്ക് മുന്നോട്ട് പോകണം. ഖബറിൽ കിടക്കുമ്പോൾ പോലും ഓ മനുഷ്യ, നിന്റെ മകൻ അവിടെ നിസ്കരിക്കാതെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കെങ്ങനെയാണ് ഖബറിൽ ആ സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങാൻ കഴിയുക? നമ്മുടെ ഖബറിലേക്ക് സൂറത്ത് യാസീൻ എത്തേണ്ടത് ആ മകൻ നന്നായി വളരുന്നത് കൊണ്ടാണ്. ഈ മകന്റെ വകയിൽ ഒരു സൂറത്ത് യാസീൻ ഇല്ല, ഒരു ദിക്റില്ല, ഒരു ദുആയില്ല, ആ വീട്ടിൽ ഒരു ബറക്കത്ത് ഉണ്ടാവൂല. ആ വീട്ടിൽ ദാരിദ്ര്യങ്ങൾ ഉണ്ടാകും. അവരെ ഓരോ വിഷയങ്ങളിലും അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. റഹ്മാൻ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാവരെയും സ്വാലിഹീങ്ങളുടെ വഴിയിൽ നീ ചേർത്തി തരണേ അല്ലാഹ്. എല്ലാവരുടെയും നിൽക്കണം, നമുക്ക് ചൊല്ലണം. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും ഇതൊരു വലിയ ചികിത്സയാണ്, വലിയൊരു മർമ്മമാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഈ വ്യക്തി ചൊല്ലണം. ഈ വ്യക്തി ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ മുറാദുകൾ വെച്ച് നമ്മുടെ ചൊല്ലിയാൽ ഇവിടെ ഹാസിലാക്കി തരും. അല്ലാഹു ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند للحديث العامين مولاي صل وسلم
إذا الكريم تجلى باسمي منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كاللبن مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم ترى به يقسمها ترتيب على حسب عصيان في الحسب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منفرد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك فيه عين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل لصحب صلاة منك دائمة على النبي بمهل ومنسجمين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما نهت عذبات البرير حصبا وأطرب العيسى العيس بنغمي
مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما